ഈ 3 അക്ഷരങ്ങളിൽ സൃഷ്ടിയുടെ അവസ്ഥ, മനസ്സിന്റെ പ്രവർത്തനങ്ങൾ, ഉണർന്നിരിക്കുന്ന അവസ്ഥ, സ്വപ്നാവസ്ഥ, ആരംഭാവസ്ഥ, ജീവാത്മാവ്, ലോകം, ജ്ഞാനാവസ്ഥ, സൂക്ഷ്മശരീരം, സ്ഥൂലശരീരം, സത്വഗുണങ്ങൾ, രജസ്, തമോസ്, ഭൂതം, വർത്തമാനം, ഭാവി, ആരംഭം, മധ്യം, അവസാനം എന്നിവ വിവരിക്കുന്നു. ഓം എന്ന പേരുള്ള ഈ വസ്തുവിന്റെ ശബ്ദത്തെ ബ്രഹ്മമെന്ന് വിളിക്കുന്നു. ഒരു വലിയ മാർക്കറ്റിൽ പലരും പലതരം ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ നമ്മൾ ദൂരെ നിന്ന് നിരീക്ഷിച്ചാൽ എല്ലാ ശബ്ദങ്ങളും ആഗിരണം ചെയ്യപ്പെടുകയും ഓം എന്ന ഒരു ശബ്ദം മാത്രം നമ്മുടെ കാതുകളിൽ കേൾക്കുകയും ചെയ്യുന്നു. ഭാഷയോ രൂപമോ പരിഗണിക്കാതെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം ഓംകാരത്തിൽ മുഴുകിയിരിക്കുന്നുവെന്ന് കാണിക്കാൻ ഈ ദൃഷ്ടാന്തം മാത്രം മതി. ആദ്യതീതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടൊപ്പമായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന ക്രിസ്തീയ തിരുവെഴുത്തുകളിൽ വചനം എന്ന വാക്ക് ഈ ശബ്ദത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓം, അതായത് എന്നർത്ഥം വരുന്ന ഓം തത്സത് എന്നും നമ്മുടെ മന്ത്രവാദികൾ ജപിക്കുന്നു. ഇതിനെ അക്ഷരമെന്നും വിളിക്കുന്നു. അക്ഷര എന്നാൽ നാശമില്ലാത്തത്, ശാശ്വതം എന്നാണ്. അക്ഷരമായ ശബ്ദം ബ്രഹ്മവാസ്തുവാണ്. ബ്രഹ്മവാസ്തു എന്ന അനുഭവത്തിൽ ഈ ശബ്ദം കൈവരിക്കുന്നതിന് കുട്ടികളെ 5 വയസ്സിൽ അക്ഷരങ്ങൾ എഴുതാൻ പരിശീലിപ്പിക്കുന്നു. അക്ഷരങ്ങളെ അക്ഷരങ്ങളെന്നും വിളിക്കുന്നു. കാരണം അക്ഷരങ്ങളിൽ നിന്നുണ്ടാകുന്ന എല്ലാ ശബ്ദവ്യത്യാസങ്ങളും ആ ശബ്ദത്തിൽ അടങ്ങിയിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ലക്ഷ്യം നേടുന്നതിനായി ചെയ്യേണ്ട എഴുത്തു പരിശീലനം യഥാർത്ഥ ലക്ഷ്യം മറന്നുപോകുകയും ഈ സമയത്ത് മനസ്സ് അശാശ്വതമായ വസ്തുക്കളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. മനസ്സിലെ ഓരോ ചിന്തയ്ക്കും ശബ്ദത്തിന്റെ രൂപത്തിൽ ഒരു വാക്കുണ്ട്. ചിന്തയുദിക്കുമ്പോൾ അനുബന്ധമായ ഒരു വാക്കുമുദിക്കുന്നു. ചിന്തയും വാക്കും പരസ്പരം വേർപെടുത്താൻ കഴിയാത്ത വിധം ശക്തമായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു വസ്തുവിന് ആന്തരികവും ബാഹ്യവുമായ 2 ഭാഗങ്ങളില്ലേ? ആന്തരിക ഭാഗത്തെ ചിന്ത എന്ന് വിളിക്കാം. പുറംഭാഗം വാക്കാണ്. ചിന്തയും വാക്കും ഒരേ വസ്തുവിന്റെ 2 ഭാഗങ്ങളാണ്. ഇവ രണ്ടും പരസ്പരം വേർതിരിക്കാൻ ആർക്കും കഴിയില്ല. ഭാഷ മനുഷ്യരൊരുമിച്ചിരുന്ന് തീരുമാനിച്ച ഒന്നല്ല. മനുഷ്യന്റെ സൃഷ്ടിയുടെ കാലം മുതൽ വാക്കുകളും ഭാഷകളും നിലവിലുണ്ട്. ഓർമ്മയ്ക്ക് ഒരു വാക്കുണ്ടായിരിക്കണമെന്നത് ശരിയാണ്. പക്ഷേ ഒരു ചിന്തയ്ക്ക് ഒരു വാക്ക് മാത്രമേ ഉണ്ടാകാവൂ എന്നില്ല. വ്യത്യസ്ത ഭാഷകളിലെ വ്യത്യസ്ത പദങ്ങൾ ഒരേ ചിന്തയെയാണ് സൂചിപ്പിക്കുന്നത്. ഓം എന്ന ശബ്ദം ഒന്നു തന്നെയാണ്. ദൂരെ നിന്ന് ഒരു സിംഹത്തിന്റെ ഗർജനം നിരീക്ഷിക്കുക. അലറുന്ന ശബ്ദത്തിൽ ഓം എന്ന് പറയുന്നത് പോലെയാണത്. സമുദ്രത്തിന്റെ നിലവിളി നിരീക്ഷിക്കുക. തുടർച്ചയായി ഓം ഓം എന്ന് പറയുന്നത് പോലെയാണ്. എല്ലാ ഭാഷകളിലും അമ്മയെ സൂചിപ്പിക്കാൻ അമ്മ എന്ന വാക്ക് സാധാരണയായി ഉപയോഗിക്കുന്നു. അമ്മ എന്ന ശബ്ദം ഓം എന്ന ശബ്ദത്തിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടായതായിരിക്കണം. കാരണം ആടുകളും പശുക്കളും പോലും അമ്മ എന്ന് കരയുന്നു. പൂച്ചയുടെ മ്യാവു എന്ന ശബ്ദം പോലും ഓം എന്ന ശബ്ദത്തിന്റെ ഒരു വകഭേദമാണ്. ലോഹങ്ങളുണ്ടാക്കുന്ന ശബ്ദവും ഓമാണ്. ചുരുക്കത്തിൽ എല്ലാ ശബ്ദങ്ങളും ഓം എന്ന 3 ശബ്ദമാണെന്നും ഓം എന്നതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണെന്നും സംശയമില്ല. 5 മൂലകങ്ങളിൽ ആദ്യത്തേത് ആകാശമാണ്. ശബ്ദം വ്യാപിക്കുന്നത് ഈ ആകാശത്തിലാണ്. ഒറ്റപ്പെട്ട ആകാശത്ത് ഓം എന്ന ഒറ്റ ശബ്ദം കേൾക്കുന്നു. 2 പുരികങ്ങൾക്കിടയിലുള്ള പിംഗലനാഡികൾക്കിടയിൽ അത്തരമൊരു മഹത്വമുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്നു. ത്രികോണത്തിൽ വച്ചുകൊണ്ട് ധ്യാനിച്ചാൽ യോഗ എളുപ്പത്തിൽ ലഭിക്കും. ആൾക്കൂട്ടമില്ലാത്ത സ്ഥലത്തോ മതപരമായ സ്ഥലത്തോ ഈ പരിശീലനം നടത്തണം. നിങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ എല്ലാ തുറസ്സുകളും അടച്ച് എല്ലാ ഇന്ദ്രിയങ്ങളെയും അഗ്നിഗോളത്തിലുള്ള സ്വയം പ്രകാശിക്കുന്ന ചക്രേശ്വരമായ ഓം അന്വേഷിക്കാൻ പ്രേരിപ്പിക്കണം. യോഗാഭ്യാസിയുടെ കണ്ണുകൾ അത് കാണണം. അവന്റെ നാവ് അത് ഉള്ളിലേക്ക് ജപിക്കണം. അവന്റെ ചെവികൾ ആ ജപം കേൾക്കണം. നിങ്ങൾ ഈ രീതിയിൽ ധ്യാനിച്ചാൽ നിരന്തരവുമായ ചലനം അതിന്റെ സ്വന്ത സ്വഭാവമായി മാറുന്നു. ഒരു നിമിഷം കൊണ്ടത് പല ലോകങ്ങളെയും ഒന്നിപ്പിക്കുന്നു. നിങ്ങൾ ഈ പ്രകൃതിയെ ഉപേക്ഷിച്ച് ഒരു പ്രകാശവിളക്കുപോലെ ഒരു സ്ഥാനത്തു നിന്നാൽ ആ നിമിഷം നിങ്ങൾക്ക് ആത്മാനന്ദത്തിന്റെ ഫലം അനുഭവപ്പെടും. എന്നാൽ ആദ്യം ഒരു നിമിഷം പോലും മനസ്സിന് ഏകത്വത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസമാണ്. സാധകൻ ഏറ്റവും തീവ്രമായ തീക്ഷ്ണതയോടെ ആ മനസ്സിനെ പിടിച്ചുവലിച്ച് ഏകത്വം തേടാൻ പ്രേരിപ്പിച്ചാലും അത് അതിനെ അന്വേഷിച്ചതുപോലെ അതിന്റെ അടുത്തേക്ക് പോകും. അതല്പം ക്ഷീണിച്ചാൽ അത് സാധകന്റെ തീക്ഷ്ണതയെ കഷണങ്ങളാക്കി സാധകനെ അയാൾക്കിഷ്ടമുള്ളത് ചെയ്യാൻ പ്രേരിപ്പിക്കും. അതിനാൽ സാധകൻ കലനാത്ത ഹൃദയമുള്ള ജ്ഞാനിയായ ഒരു മനുഷ്യനായിരിക്കണം. കൂടാതെ മനസ്സിനെ ബന്ധിക്കുകയും കീഴടക്കുകയും നിർത്താതെ ഏകത്വത്തിലേക്ക് നയിക്കുകയും വേണം. ഈ രീതിയിൽ കുറച്ചു ദിവസത്തേക്ക് ശാഠ്യത്തോ നിങ്ങൾ അഭ്യസിക്കുമ്പോൾ മിന്നൽ പോലുള്ള ഒരുതരം പ്രകാശം ആ ത്രികോണത്തിനുള്ളിൽ പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഇങ്ങനെ കുറച്ചു മിനിറ്റ് പരിശീലിച്ചാൽ ജ്വാലയുടെ മിന്നൽ പിണർ പോലെയുള്ള ഒരു തിളക്കം ദൃശ്യമാകും.
നിങ്ങൾ തുടർച്ചയായി പരിശീലിച്ചാൽ മണി മുഴങ്ങുന്നതുപോലുള്ളൊരു ശബ്ദം നിങ്ങൾ കേൾക്കും. അപ്പോൾ നിരവധി സുന്ദരികളായ യുവതികൾ ഒരു ഘോഷയാത്രയിൽ വന്നു പോകുന്നതായി തോന്നും. പരിശീലിക്കുമ്പോൾ ഈ ദൃശ്യങ്ങളിലെല്ലാം നിങ്ങൾ ആകൃഷ്ടരാകരുത്. ആഗ്രഹിച്ച ഫലം കൈവരിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് നിർത്തരുത്. നിങ്ങൾ സ്ഥിരമായി പരിശീലിക്കുന്നത് തുടർന്നാൽ ഒരു ശുദ്ധീകരണം പോലുള്ള ഒരു ശുദ്ധമായ ശൂന്യത പ്രത്യക്ഷപ്പെടും. നിങ്ങൾ ഈ അഭ്യാസത്തെ ഒരു ഇഗ്വാനയുടെ പിടിയിൽ മുറുകെ പിടിക്കുകയും ഭക്തിയോടെ അതിൽ പറ്റിപ്പിടിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ആത്മസാക്ഷാത്കാരത്തിന്റെ ഗുണങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ നിങ്ങൾ കാണും. എന്നാൽ സാധകനായ നിങ്ങൾ യോഗപരമായ ഏകാഗ്രതയിൽ തുടരുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് അതിന്റെ ശുദ്ധമായ സ്വഭാവമായ സത്വഗുണത്തിൽ നിന്ന് വേർപെട്ട് അജ്ഞതയുടെ ഗുണത്തിന്റെ വികാസം കൈവരിക്കുകയും നിങ്ങൾക്ക് അലസത നൽകുകയും നിങ്ങളെ ഏകാഗ്രതയിൽ നിസ്സംഗനും താൽപര്യമില്ലാത്തവനുമായി മാറ്റുകയും ചെയ്യുന്നു. ഈ അലസതയെ നിങ്ങൾ മറികടക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അപൂർവവും അത്യധികം അഭിലഷണീയവുമായ നിരവധി കാര്യങ്ങൾ കാണിച്ചു തരുകയും നിങ്ങളെ അവയിൽ മുഴുകാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. അത്തരം മിഥ്യാധാരണകളിൽ അകപ്പെടാതെ ഒരുറച്ച ഏകാഗ്രത പരിശീലിച്ചാൽ അത് നിങ്ങളെ ഉറക്കത്തിലേക്ക് തള്ളിവിടുകയും അവിടെ നിങ്ങൾക്ക് സന്തോഷം കാണിക്കുകയും ചെയ്യും. കൂടാതെ നിങ്ങൾക്ക് അത്ഭുതകരമായ നിരവധി സിദ്ധികൾ നേടാൻ കഴിയും. കഴിഞ്ഞതും വർത്തമാനവുമായ എല്ലാ സംഭവങ്ങളും നിങ്ങളുടെ മനസ്സിൽ പ്രതിഫലിക്കും. കൂടാതെ നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് പലതരം ബുദ്ധിമുട്ടുകളും ആനന്ദങ്ങളും നൽകും. ഭയത്താലോ ആനന്ദത്താലോ നിങ്ങൾ ആകർഷിക്കപ്പെടും. നിങ്ങൾ ബുദ്ധിമുട്ടുകളെ ഭയപ്പെടുന്നവരായാലും സുഖങ്ങളിൽ സന്തോഷിക്കുന്നവരായാലും നിങ്ങൾ പരിശീലനം നിർത്തരുത്. നിങ്ങൾ യോഗ പരിശീലിക്കുകയും മാനസിക വികാസങ്ങളെ നിയന്ത്രിക്കാൻ ശീലിക്കുകയും ചെയ്താൽ പിന്നീട് വരുന്നതെല്ലാം സ്വയം വരും. ഇപ്പോൾ ഞാൻ നിങ്ങളെ നോക്കുകയാണ്. എനിക്ക് നിങ്ങളെ കാണണമെങ്കിൽ 3 കാര്യങ്ങൾ ആവശ്യമാണ്. നിങ്ങളെന്റെ മുന്നിലുണ്ടായിരിക്കേണ്ടത് ഒരു കാര്യമാണ്. 2 നിങ്ങളെന്റെ മുന്നിലുണ്ടായിരിക്കുന്നത് പോരാ, എന്റെ കണ്ണുകൾ നിങ്ങൾക്കായി തുറന്നിരിക്കണം. 3 നിങ്ങളവിടെ ഉണ്ടായിരിക്കുന്നത് പോരാ, എന്റെ കണ്ണുകൾ നിങ്ങളുടെ മുഖത്തേക്ക് തുറന്നിരിക്കുക എന്നത് പോരാ. മൂന്നാമതായി എന്റെ മനസ്സ് എന്റെ കണ്ണുകളുമായി ഒന്നായിരിക്കണം. ഞാനിപ്പോൾ എഴുതുകയാണ്. തെരുവ്. താഴ്വരയിൽ എത്ര വണ്ടികൾ ഓടുന്നുണ്ട്. ആ വണ്ടികളുടെ ശബ്ദം എന്റെ കാതുകളിൽ എത്തുന്നില്ല. എന്തുകൊണ്ട്? എന്റെ മനസ്സ് എന്റെ ചെവികളിൽ പറ്റിപ്പിടിച്ചിട്ടില്ല. എന്റെ മനസ്സ് എന്റെ കണ്ണുകളിലും അതുപോലെ തന്നെ എന്റെ പേനയുടെ അഗ്രത്തിലും പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഇന്ദ്രിയങ്ങളുമായി പറ്റിപ്പിടിച്ചിരിക്കുന്ന മനസ്സ് ബാഹ്യവസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ വസ്തുവിന്റെ അറിവ് ബുദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നു. എന്തെങ്കിലും നിർണയിക്കാൻ കഴിവുള്ള മനസ്സിന്റെ വികാസത്തെ ബുദ്ധി എന്ന് വിളിക്കുന്നു. ആ വസ്തുവിനെക്കുറിച്ചുള്ള ഈ അറിവ് ബുദ്ധിയിലെത്തുമ്പോൾ അഹംഭാവം അതിന്റെ തല ഉയർത്തുന്നു. അറിവ്, മനസ്സ്, ബുദ്ധി, അഹംഭാവം എന്നീ 4 അവയവങ്ങളെ ഒരുമിച്ച് കാരണമെന്ന് വിളിക്കുന്നു. മനസ്സിന്റെ വ്യത്യസ്ത ഗുണങ്ങളാണിവ. സമുദ്രം പോലെ മനസ്സിൽ തിരമാലകൾ പോലെ ഉയരുന്ന ചിന്തകളെ വൃത്തികൾ എന്ന് വിളിക്കുന്നു. ചിന്ത ഒരു ശക്തിയായ ഊർജത്തിന്റെ കലവറയിൽ നിന്ന് മനസ്സ് ചില ശക്തികളെടുത്ത് സ്വയം സംയോജിപ്പിക്കുകയും പിന്നീട് അവയെ ഓർമ്മയുടെ രൂപത്തിൽ പുറത്തുവിടുകയും ചെയ്യുന്നു. നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് ഊർജം ലഭിക്കുന്നു. ആ ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് ചലിക്കാനുമുള്ള ശക്തി ലഭിക്കുന്നത്. സൂക്ഷ്മശക്തികളെ ചിന്തകൾ എന്ന് വിളിക്കുന്നു. മനസ്സ് ഭൗതികമാണ്, എന്നാൽ അത് ആത്മീക വസ്തുവായ ആത്മാവിന്റെ സമീപത്തും സാന്നിധ്യത്തിലുമായതിനാൽ അതിന് ആത്മീക ശക്തിയും ഉള്ളതായി തോന്നുന്നു. അതാണ് വികാസം. ആത്മാവ് മനസ്സിന് പിന്നിലുണ്ട്. മനസ്സ് ആത്മാവിനുള്ള ഒരു ഉപകരണം മാത്രമാണ്. മനസ്സിലൂടെ ഉയർന്നുവരുന്ന അറിവ് ആത്മാവിനെക്കുറിച്ചുള്ളതാണ്. മനുഷ്യൻ മനസ്സിന് പിന്നിലായതിനാൽ മാത്രമാണ് മനസ്സ് പ്രകാശമാനമായി കാണപ്പെടുന്നത്. ഒരു മനുഷ്യൻ മനസ്സിനെ, അതായത് ആത്മാവിനെ മാത്രം അന്വേഷിച്ചാൽ മനസ്സ് വീണ് നശിക്കും. ഈ മനസ്സിനെ ചിത്ത എന്ന് വിളിക്കുന്നു. അത് ബാഹ്യവസ്തുക്കളുമായി ബന്ധപ്പെട്ടിരിക്കുകയും അവ ഓർമ്മയുടെ രൂപത്തിൽ ഉയരുകയും ചെയ്യുമ്പോൾ അവയെ വൃത്തികൾ എന്ന് വിളിക്കുന്നു. ഈ വൃത്തികൾ നമ്മുടെ പ്രപഞ്ചമാണ്. സമുദ്രത്തിന്റെ ആഴം നമുക്ക് കാണാൻ കഴിയും. തിരമാലകൾ ശമിക്കുകയും വെള്ളം ശാന്തമാകുകയും ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്കതിന്റെ ആഴം കാണാൻ കഴിയൂ. കാരണം അത് തിരമാലകളാൽ നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കതിന്റെ ആഴം കാണാൻ കഴിയും. ഒരു കുളത്തിലെ വെള്ളവും അങ്ങനെയാണ്. വെള്ളം ചെളി നിറഞ്ഞതോ പ്രക്ഷുബ്ധമോ ആണെങ്കിൽ നിങ്ങൾക്കതിന്റെ അടിഭാഗം കാണാൻ കഴിയില്ല. മനസ്സ് കുളമാണ്. ഇതിന്റെ അടിസ്ഥാനം നമ്മുടെ ആത്മാവാണ്. തിരമാലകൾ വൃത്തികളാണ്. മനസ്സിന് 3 ഗുണങ്ങളുണ്ട്. ഒന്നിനെ അജ്ഞതയുടെ രീതി എന്ന് വിളിക്കുന്നു. ഇത് സംസാരത്തിന്റെ ഇരുണ്ട സവിശേഷതയാണ്. ഇത് വിഡ്ഢികളിലും മൃഗങ്ങളിലും കാണപ്പെടുന്നു. ഇതിന് ഒരു ഫലമേ ഉള്ളൂ. ഈ രീതിയോടെ മനസ്സിൽ മറ്റൊരു ചിന്തയും ഉദിക്കുന്നില്ല. മറ്റൊരു രീതിയെ രജസ് എന്ന് വിളിക്കുന്നു. ഈ രീതിയുള്ള മനസ്സ് എപ്പോഴും ശക്തിയും ആനന്ദവും തേടുന്നു. മറ്റൊരു രീതി സത്വമാണ്. അതിന്റെ സവിശേഷത സമാധാനവും ശാന്തതയുമാണ്. ഈ മാനസികാവസ്ഥയിൽ അസ്വസ്ഥമായ ചിന്തകളുടെ തിരമാലകൾ ഉണ്ടാകും. അതായത് മനസ്സ് ഏകാഗ്രമായിരിക്കുന്ന കുളത്തിലെ വെള്ളം വ്യക്തമാണ്. അത് മങ്ങിയതല്ല, പക്ഷെ അത് വളരെ ചടുലമാണ്.
ശാന്തവും സന്തോഷകരവുമായിരിക്കുന്നത് പരിധിയില്ലാത്ത ശക്തിയുടെ അടയാളമാണ്. ചടുലമായിരിക്കുക എളുപ്പമാണ്. നിങ്ങൾ കടിഞ്ഞാൻ അഴിച്ചുവിട്ടാൽ കുതിരകൾ ഓടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ലേ? എല്ലാവർക്കും ഇത് ചെയ്യാൻ കഴിയും. എന്നാൽ കടിഞ്ഞാൻ മുറുകെ പിടിക്കാനും നിയന്ത്രണമില്ലാതെ വന്യമായി ഓടുന്ന ഒരു കുതിരയെ നിയന്ത്രിക്കാനും കഴിയുന്നവനാണ് വിദഗ്ധൻ. നിങ്ങൾക്ക് കൂടുതൽ ചടുലതയും ശക്തിയും ആവശ്യമായിരിക്കുന്നത് എന്തുകൊണ്ട്? കടിഞ്ഞാൻ വഴുതിപ്പോകാൻ അനുവദിക്കുകയാണോ, അതോ കടിഞ്ഞാൻ മുറുകെ പിടിച്ച് അതിനെ നിയന്ത്രിക്കുകയാണോ? ശാന്തനായ ഒരു വ്യക്തിയെ ആത്മാവില്ലാത്ത വ്യക്തിയായി, ശക്തിയില്ലാത്ത വ്യക്തിയായി കണക്കാക്കരുത്. സത്വഗുണത്തിന്റെ പ്രബലമായ ഗുണം മാനസിക കഴിവുകൾ നിയന്ത്രിക്കപ്പെടുന്ന ഒന്നാണ്. അസ്ഥിരത ബലഹീനതയെ സൂചിപ്പിക്കുന്നു. സംയമനം ശക്തിയെ സൂചിപ്പിക്കുന്നു. മനസ്സെപ്പോഴും അതിന്റെ സ്വാഭാവിക സത്വാവസ്ഥ കൈവരിക്കാനും അതിൽ തുടരാനും ആഗ്രഹിക്കുന്നു. പക്ഷേ ഇന്ദ്രിയങ്ങൾ അത് പുറത്തെടുത്ത് അതിനെ കഷ്ടപ്പെടുത്തുന്നു. അതിനെ നിയന്ത്രിക്കുക, മനസ്സ് പുറത്തേക്ക് പോകുന്നത് തടയുക, ഇതുമാത്രമല്ല, പുറത്തേക്ക് പോയ മനസ്സിനെ അത് വന്ന വഴിക്ക് തന്നെ തിരിച്ചുവിടുക എന്നതാണ് യോഗാഭ്യാസത്തിലെ ആദ്യപടി. ബ്രഹ്മാവിന്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള എല്ലാ ജീവജാലങ്ങളിലും ഈ മനസ്സുണ്ടെങ്കിലും മനുഷ്യനിൽ അത് ബുദ്ധിയായി വികസിച്ചുകൊണ്ടിരിക്കുന്നതായി നാം കാണുന്നു. ബുദ്ധി എന്ന സവിശേഷതയായ വിവേകത്തിലൂടെ മനസ്സ് ബുദ്ധിയായി വികസിച്ചാൽ മാത്രമേ ഇത് പൂർണ്ണമാണെന്ന് അതറിയുകയും അത് വന്ന വഴിക്ക് തിരികെ നൽകാനുള്ള വഴി കണ്ടെത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് മനുഷ്യനായി ജനിക്കുന്നത് അപൂർവമാണ് എന്ന് മനുഷ്യജന്മത്തിന് പ്രത്യേക ബഹുമാനം നൽകിയത്. പശുക്കളുടെയും ആടുകളുടെയും ജനനം ഉടനടി മോചനത്തിലേക്ക് നയിക്കില്ല. കാരണം അവയ്ക്കും ഒരു മനസ്സുണ്ടെങ്കിലും ഈ മനസ്സ് ഒരു പുതിയ രൂപം നേടുന്നില്ല. മനസ്സ് ഇനിപ്പറയുന്ന സവിശേഷതകൾ പ്രകടിപ്പിക്കുന്നു. അവ: 1 ചിതറിക്കൽ, 2 ഇരുട്ട്, 3 ഒത്തുചേരൽ, 4 ഏകാഗ്രത, 5 ഏകാഗ്രത. 1. മനസ്സിന്റെ ചിതറിക്കൽ രൂപം സജീവമായ സർപ്പമാണ്. അതിന്റെ സ്വഭാവം സുഖത്തിന്റെയോ ദുഃഖത്തിന്റെയോ രൂപമാണ്. 2. ഇരുട്ടുരൂപം കഷ്ടപ്പാടിന് കാരണമായ മങ്ങിയ ബുദ്ധിയാണ്. 1. ചിതറിക്കൽ രൂപം ദേവന്മാർക്ക് സ്വാഭാവികമാണ്. 2. ഇരുട്ടുരൂപം രാക്ഷസന്മാർക്കുള്ളതാണ്. 3. ശേഖരിക്കൽ രൂപം ഏകാഗ്രതയ്ക്കായി നടത്തുന്ന കഠിനാധ്വാനത്തിന്റെ സ്വഭാവമാണ്. 4. ഏകാഗ്രത എന്നത് ഏകാഗ്രതയ്ക്കായി നടത്തുന്ന ശ്രമമാണ്. 5. ഏകാഗ്രത എന്നത് സമാധിയുടെ കാരണമാണെന്ന് അവർ പറയുന്നു. മനസ്സിന്റെ ഏകാഗ്രതാരൂപം ധ്യാനമാണ്. ഏക മനസ്സുള്ള രൂപം സമാധിയാണ്. ചില കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞും നമ്മുടെ സ്വന്തം പരിശ്രമത്താലും സംഭവിക്കുന്നു. ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെയാണ് നമുക്ക് സംഭവിക്കുന്നത്. ഞാൻ അറിഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. ആ ഭക്ഷണം ഞാൻ ദഹിപ്പിക്കുന്നു, രക്തമായി മാറുന്നു. എന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ശക്തിപ്പെടുന്നു. പക്ഷേ ഇതറിയില്ല. എന്നിട്ടും ഈ പ്രവൃത്തിയും ഞാൻ ചെയ്യുന്നു. കാരണം ഞാൻ അറിയാതെ നടക്കുന്ന ഈ പ്രവൃത്തി എനിക്കറിഞ്ഞുകൊണ്ട് സംഭവിക്കാൻ കഴിയും. അല്ലെങ്കിൽ അത് സംഭവിക്കുന്നത് തടയാൻ എനിക്ക് കഴിയും. എന്റെ നിയന്ത്രണമില്ലാതെ ഹൃദയം മിടിക്കുന്നു എന്നും ഹൃദയമിടിപ്പിനെ നിയന്ത്രിക്കാൻ ആരുമില്ല എന്നും നിങ്ങൾ പറഞ്ഞേക്കാം. അതാണ് സംഭവിക്കുന്നത് എന്നും നിങ്ങൾ പറഞ്ഞേക്കാം. എന്നാൽ മനുഷ്യന് പരിശീലനത്തിലൂടെ അവൻ ആഗ്രഹിക്കുന്നതുപോലെ ഹൃദയത്തെ നിയന്ത്രിക്കാൻ കഴിയും. നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ഹൃദയമിടിപ്പ് നിർത്താനോ വേഗത കുറയ്ക്കാനോ വേഗത്തിലാക്കാനോ കഴിയും. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്കിഷ്ടമുള്ളതുപോലെ നിയന്ത്രിക്കാൻ കഴിയും. ഇതിനർത്ഥം നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ്. പക്ഷേ നമ്മളവ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നില്ല, അത്രമാത്രം. മനസ്സ് ചില കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു, ചിലത് അറിയാതെ ചെയ്യുന്നു. അറിയുന്നതിൽ ഒരഹങ്കാരമുണ്ട്, അജ്ഞതയിൽ അഹങ്കാരബോധമുണ്ടാകില്ല. ഈ രണ്ടവസ്ഥകൾക്കപ്പുറം മനസ്സിന് ഉയർന്ന അവസ്ഥയിൽ പ്രവർത്തിക്കാൻ കഴിയും. മനസ്സിന്റെ അറിവിനപ്പുറത്തേക്ക് പോകാൻ അതിനു കഴിയും. അറിയാതെ തന്നെ പ്രവൃത്തി അറിവിനു വിധേയമായിരിക്കുന്നതുപോലെ അറിവിനു മുകളിലുള്ള പ്രവൃത്തിയും അങ്ങനെ തന്നെ. ഇതിലും അഹങ്കാരവികാരമില്ല. അഹങ്കാരവികാരം മധ്യമേഖലയിലാണ്, അറിവിന്റെ മേഖലയിലാണ്. മനസ്സ് ഈ അറിവിന്റെ മേഖലയ്ക്ക് അപ്പുറത്തേക്ക് കടന്ന് ശാന്തമാകുമ്പോൾ ആ അവസ്ഥയെ സമാധി എന്ന് വിളിക്കുന്നു. അറിവിന് താഴെയുള്ള മേഖലയിലും അതിനു മുകളിലുള്ള മേഖലയിലും അഹങ്കാരവികാരമില്ലെങ്കിൽ ഈ രണ്ടു മേഖലകളിലേക്കും പോകുന്ന മനസ്സിന് അവ ഒരേ സ്വഭാവമുള്ളതായി തോന്നുന്നു. അതിനാൽ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലങ്ങൾ കണ്ടെത്തുന്നതിലൂടെ ഈ രണ്ട് മേഖലകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താൻ കഴിയും. പ്രവൃത്തികളുടെ ഫലങ്ങൾ പരിശോധിച്ചാൽ മനസ്സ് അറിവിനു മുകളിലുള്ള മേഖലയിലാണോ അതോ താഴെയുള്ള മേഖലയിലാണോ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നന്നായി മനസ്സിലാകും.
ഒരാൾ ദീർഘനേരം ഉറങ്ങുമ്പോൾ അവന്റെ മനസ്സ് അറിവിന് താഴെയുള്ള മേഖലയിലേക്ക് പോകുന്നു. അവന്റെ ശരീരത്തിൽ ജോലി നടക്കുന്നു. അവൻ ശ്വാസമുട്ടുന്ന അവസ്ഥയിലാണ്. ഉറക്കത്തിൽ പോലും അവൻ ആടിയുലയുന്നു. അവന് അഹങ്കാരബോധമില്ല. ആ സമയത്ത് അവൻ അജ്ഞനാണ്. ഉറങ്ങിയുണരുമ്പോൾ അവൻ ഉറങ്ങാൻ പോകുമ്പോൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ തുടരുന്നു. അവന്റെ അറിവ് ഒരു വികാസത്തിലോ വിശദീകരണത്തിലോ എത്തുന്നില്ല. എന്നാൽ സമാധിയിലുള്ള ഒരു മനുഷ്യൻ ഭാവിയിൽ അവനൊരു വിഡ്ഢിയായി സമാധിയിലായിരുന്നെങ്കിൽ അവനൊരു ജ്ഞാനിയായി ഉയർന്നുവരുമായിരുന്നു. ഉറക്കവും സമാധിയും പ്രത്യക്ഷത്തിൽ ഒന്നുതന്നെയാണ്. വ്യത്യാസം വ്യക്തമല്ലേ? അവ ഒരുപോലെ കാണപ്പെടുന്നുണ്ടെങ്കിലും ഉറക്കം കൊണ്ട് മനുഷ്യൻ ഒരു തരത്തിലും മെച്ചപ്പെടുന്നില്ല. പക്ഷേ സമാധി കൊണ്ട് അവനൊരു മഹാജ്ഞാനിയാകുന്നു. മനുഷ്യ അറിവിന്റെ മേഖല ജ്ഞാനത്തിന്റെ മണ്ഡലത്തിനുള്ളിൽ ഒതുങ്ങുന്നു. ജ്ഞാനം ഒരു ചെറിയ വൃത്തമാണ്. അതിനുള്ളിൽ സാധാരണയായി എല്ലാ മനുഷ്യപ്രവർത്തനങ്ങളും നടക്കുന്നു. ഈ വൃത്തത്തിനപ്പുറത്തേക്ക് പോകാനുള്ള ഏതൊരു ശ്രമവും അസാധ്യമാകും. എന്നാൽ ഈ വൃത്തത്തിനു പുറത്ത് 1. അമൃതിന്റെ ഉറവ ഒഴുകുന്നു. 2. ആനന്ദത്തിന് അതിന്റേതായ ഉറവിടമുണ്ട്. 3. ജ്ഞാനത്തിന്റെ അടിത്തറ അവിടെയാണ്. സത്യം കണ്ടെത്തണമെങ്കിൽ അത് ഈ വൃത്തത്തിനുള്ളിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. യുക്തി പറയുന്നത് ഇതാണ്: 1. ഞാനൊരു പക്വതയുള്ള സംശയാലുവാണ്. 2. അത് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ല. 3. അതുണ്ടെന്ന് ഞാൻ സ്ഥാപിക്കും. അത് നിലവിലില്ലെന്നും ഞാൻ സ്ഥാപിക്കും. 4. ഞാൻ മായയുടെ പുത്രനാണ്. അതിനാൽ ജഗജ്ജല എന്നെ വിശ്വസിക്കരുത്. അതുകൊണ്ട് സത്യം കണ്ടെത്താൻ ജ്ഞാനം മാത്രം പോരാ. നമ്മുടെ നീതിയുടെ തത്വങ്ങൾ, നമ്മുടെ ധാർമ്മികത, നമ്മുടെ സാമൂഹിക നിയമങ്ങൾ ഇവയെല്ലാം ജ്ഞാനത്തിന്റെ വൃത്തത്തിനു പുറത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്. നാം ഈ വൃത്തത്തിനുള്ളിൽ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് മതത്തിനനുസരിച്ച് ജീവിക്കാനും നമ്മുടെ ആത്മാഭിമാനം വലുതാണെന്ന് സ്ഥാപിക്കാനും കഴിയും. നാം ഈ വൃത്തത്തിനുള്ളിൽ ജീവിക്കുകയാണെങ്കിൽ ഒരു സുഹൃത്തിനൊപ്പം ചേർന്ന് എന്റെ ജ്ഞാനത്താൽ അത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ട്? നാം ഈ വൃത്തത്തിനുള്ളിൽ ബന്ധിതരാകാൻ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനു മോചനം തേടണം? സ്വാതന്ത്ര്യം സന്തോഷമാണെന്ന് പറയുന്നതിന്റെ പ്രയോജനം എന്താണ്? വൃത്തത്തിനു പുറത്ത് ഒന്നുമില്ലെങ്കിൽ ഞാൻ ഉള്ളിൽ ഒതുങ്ങി നിൽക്കണമെങ്കിൽ കഴിയുന്നത്ര സന്തോഷം അനുഭവിക്കാൻ ശ്രമിക്കുന്നതിനപ്പുറം ഞാൻ മറ്റെന്താണ് ചെയ്യേണ്ടത്? അതെ, അല്ലെങ്കിൽ മനുഷ്യൻ ചുറ്റിത്തിരിയുകയും ചെയ്യും. അതിനാൽ അവൻ വൃത്തത്തിനു പുറത്തുപോകും. അറിവിനപ്പുറമുള്ള ഒരു മേഖലയിലേക്ക് കടന്നു പ്രവേശിക്കുന്നതിലൂടെ മനസ്സ് തന്നെ ആ വൃത്തത്തിലേക്ക് വെളിപ്പെടുത്തപ്പെടുകയും സാങ്കേതികത ഉപേക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് യോഗിക്കറിയാം. മനസ്സ് ആ അവസ്ഥയിലെത്തുമ്പോൾ പരിധിയില്ലാത്ത ആനന്ദം നൽകുന്ന ദൈവത്തെക്കുറിച്ചുള്ള അറിവ് മനുഷ്യനിൽ ഉദിക്കുന്നു. ആ അറിവ് അനുഭവവും സർവ്വവ്യാപിയുമായ ഒരുവൻ ഉദയം കൊള്ളുന്നു. ഈ യോഗാഭ്യാസം പരിശീലിച്ചിട്ടില്ലാത്ത ഒരാൾക്കു പോലും ഈ സാങ്കേതികതയ്ക്ക് അതീതമായ അറിവിനപ്പുറമുള്ള ഒരു മേഖല കൈവരിക്കുന്നു. അവൻ എങ്ങനെയോ അതിലിടറി വീഴുന്നു. അങ്ങനെ ഇടറി വീഴുമ്പോൾ തനിക്ക് പുറത്തുനിന്ന് ശക്തി ലഭിച്ചതാണെന്ന് അവൻ കരുതുന്നു. അതുകൊണ്ടാണ് വ്യത്യസ്ത രാജ്യങ്ങളിൽ ഒരേ കാര്യം വ്യത്യസ്തമായി വ്യാഖ്യാനിക്കപ്പെടുന്നത്. മനസ്സ് സ്വന്തം പരിശ്രമത്തിലൂടെ സ്വയം ഉള്ളിൽ നിന്നുള്ള അറിവ് പ്രകടിപ്പിക്കുന്നു. എന്നാൽ ഈ അറിവ് പ്രകടമാകുന്ന മനസ്സ് അത് പ്രകടമാകുന്ന മനുഷ്യന്റെ വിശ്വാസങ്ങൾക്കും തത്വങ്ങൾക്കും അനുസൃതമായി സ്വയം പ്രകടമായതായി പറയപ്പെടുന്നു. അത്തരം ആളുകൾ അറിയാതെ തന്നെ ഈ അറിവ് നേടുന്നു എന്നതാണ് വിധി. എന്നാൽ ഈ അവസ്ഥയിൽ വീണ് ഈ അവസ്ഥയിലേക്ക് വീഴുന്നത് തെറ്റാണ് എന്നതാണ് യോഗശാസ്ത്രത്തിന്റെ പഠിപ്പിക്കൽ. ഈ അവസ്ഥയിൽ വീഴുന്നവർ മാനസികമായി വിഭ്രാന്തിയുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ അപൂർവവും ഉയർന്നതുമായ ഒരവസ്ഥയിലെത്തിയിട്ടുണ്ടെങ്കിലും അവർ അന്ധവിശ്വാസങ്ങളിൽ ശാഠ്യക്കാരായിരിക്കാം. യോഗാഭ്യാസത്തിന്റെ വിവിധ രീതികൾ ആത്യന്തികമായി സമാധിയിലേക്ക്, ശുദ്ധമായ ബോധത്തിന്റെ മേഖലയിലേക്ക് നയിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. പുരാതനകാലത്തെ എല്ലാ മഹാന്മാരും ഈ സമാധിയവസ്ഥ നേടി ആ പൂർണ്ണമായ അവസ്ഥയിൽ നിന്ന് ലോകത്തിന്റെ വികസനത്തിനായി എല്ലാ സന്ദേശങ്ങളും അയച്ചു. അവരും നമ്മളെപ്പോലെ മനുഷ്യരായിരുന്നു. അവർക്ക് സമാധിയിലെത്താൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് കഴിയില്ലെന്ന് നമുക്കറിയില്ല. അവർക്ക് കൊമ്പുകൾ മുളച്ചിട്ടില്ല. ആരെങ്കിലും ഒരു സമയത്ത് ഒരവസ്ഥ നേടിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ആ അവസ്ഥ കൈവരിക്കാൻ കഴിയുമെന്നതിന്റെ തെളിവാണിത്. എല്ലാവരും ഈ അവസ്ഥ കൈവരിക്കണം. ഇതിന്റെ അനുഭവം മാത്രമാണ് ആചാര്യൻ. നമ്മുടെ ജീവിതകാലം മുഴുവൻ നാം വെറും വാക്കുകളും മഹത്തായ വാക്കുകളും പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ നമ്മുടെ സ്വന്തം സ്വഭാവത്തിൽ നമുക്ക് ആ വാക്കുകൾ മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ ആ പ്രസംഗങ്ങളെല്ലാം വെറും എട്ടയിലെ പച്ചക്കറികൾ മാത്രമായിരിക്കും. നമുക്കത് തയ്യാറാക്കാൻ കഴിയുമോ? പാചകശാസ്ത്രത്തിലെ പാചകശാസ്ത്രം വായിക്കാൻ പറയുകയും പാചകചേരുവകൾ അജ്ഞാതവും രുചികരവുമാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ അവ എങ്ങനെയാണെന്ന് കാണണമെന്ന ആഗ്രഹം നമ്മിൽ സൃഷ്ടിക്കില്ലേ? മറിച്ച്
അത് നമ്മുടെ നാവിൽ അജ്ഞാതവും രുചികരവുമായ രുചി സൃഷ്ടിക്കുമോ? ആശയക്കുഴപ്പത്തിനും മലിനതയ്ക്കും കാരണമാകുന്ന വെറും പുസ്തക പഠനം ഇപ്പോഴും മനസ്സിനെ മലിനമാക്കുന്നു. അതിനാൽ യോഗ സംഭവിക്കുന്ന ഒന്നല്ല, അത് നിരന്തരമായ പരിശീലനത്തിലൂടെയും അനുഭവത്തിലൂടെയും വരണം. സമാധിയാവസ്ഥ കൈവരിക്കുന്നതിനു മുമ്പ് ഒരാൾ ധ്യാനാവസ്ഥ കൈവരിക്കണം. മനസ്സ് ഒരു വസ്തുവിൽ കേന്ദ്രീകരിക്കുമ്പോൾ ഒരു എണ്ണപ്രവാഹം പോലെ മനസ്സ് നിർത്താതെ ആ വസ്തുവിലേക്ക് പോകുന്നു. അതിനെയാണ് ധ്യാനമെന്ന് വിളിക്കുന്നത്. മനസ്സിനെ പരിശ്രമത്തിലൂടെ ഒരു വസ്തുവിൽ പറ്റിപ്പിടിക്കുന്ന പ്രവൃത്തിയാണ് ധാരണ. ധ്യാനമെന്നത് മനസ്സിന്റെ പ്രവൃത്തിയാണ്. ഒരു എണ്ണപ്രവാഹം പോലെ ആ വസ്തുവിലേക്ക് നിരന്തരം നീങ്ങുന്നു. മനസ്സ് പൂർണ്ണമായും വേർപെട്ട് ഏകമായി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയും നിർജീവമാവുകയും ചെയ്യുന്ന മാനസികാവസ്ഥയാണ് സമാധി എന്ന് വിളിക്കുന്നത്. ധാരണ, ധ്യാനം, സമാധി എന്നിവയെ ഒരുമിച്ച് സംയമം എന്ന് വിളിക്കുന്നു. ഈ സംയമം കൈവരിക്കുമ്പോൾ യോഗി ഒരു സാക്ഷാത്കാരിയായി തീരുന്നു. അന്തിമാവസ്ഥയായ സമാധി എല്ലാവർക്കും കൈവരിക്കാവുന്നതാണ്. ഗോപാലകർക്ക് പോലും അത് നേടാൻ കഴിയും. ബിബിലിക്ക ഈ അവസ്ഥയിലെത്തുന്ന ഓരോ ബ്രാഹ്മണനും ഒരു ഘട്ടത്തിൽ അത് നേടിയെടുക്കണം. ഈ സമാധിയെ പ്രധാനമായും 2 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഒന്ന് സംപ്രജ്ഞ സമാധിയാണ്, മറ്റൊന്ന് അസംപ്രജ്ഞ സമാധിയാണ്. സംപ്രജ്ഞ സമാധിയിൽ പ്രകൃതിയെ നിയന്ത്രിക്കാൻ ആവശ്യമായ എല്ലാ ശക്തികളും ഉയർന്നുവരുന്നു. ഈ സംപ്രജ്ഞ സമാധി 4 തരത്തിലാണ്. ഒന്ന് സവിതാർക്കമാണ്. സവിതാർക്ക സമാധി എന്നാൽ മനസ്സെല്ലാ വസ്തുക്കളിൽ നിന്നും വേർപെട്ട് വീണ്ടും ഏതെങ്കിലും വസ്തുവിൽ പറ്റിപ്പിടിക്കുന്നതാണ്. സാഖ്യശാസ്ത്രങ്ങൾ അനുസരിച്ച് ധ്യാനത്തിന് 2 തരം വസ്തുക്കളുണ്ട്. ഒന്ന് 24 പ്രകൃതി രൂപങ്ങളാണ്, മറ്റൊന്ന് ആത്മപുരുഷനാണ്. മനസ്സാണ് ചെവിയുടെ അടിസ്ഥാനമെന്ന് നമ്മൾ ഇതിനകം പറഞ്ഞിട്ടുണ്ട്. സാഖ്യന്മാർ പറയുന്നു, ഈ മനസ്സ് പ്രകൃതിയുടെ ശക്തികളെ ആഗിരണം ചെയ്യുകയും ചിന്തയായി അവയെ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു. ദ്രവ്യത്തിന്റെയും ഊർജ്ജത്തിന്റെയും ഉൽപ്പാദനത്തിന് ഒരു പ്രാഥമിക കാരണമുണ്ടായിരിക്കണം. ഈ രണ്ടിന്റെയും സംയോജനമുണ്ടായിരിക്കണം. ഇതിനെ അവ്യക്തമെന്ന് വിളിക്കുന്നു. ഇതിനപ്പുറം പുരുഷനുണ്ട്. അവന്റെ സവിശേഷത അറിവാണ്. അറിവാണ് ഊർജ്ജം. ഒരു വസ്തുവിനെ അറിയാൻ തുടങ്ങുമ്പോൾ നമുക്ക് ആ വസ്തുവിന്റെ മേൽ അധികാരമുണ്ട്. അതിനാൽ മനസ്സ് അതിന്റെ മനസ്സിനെ വ്യത്യസ്ത തത്വങ്ങളിൽ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ആ തത്വങ്ങൾ മനസ്സ് പറയുന്നത് ശ്രദ്ധിക്കണം. ബാഹ്യലോകത്തിലെ ഭൗതിക തത്വങ്ങൾ മനസ്സിന്റെ ഏകാഗ്രതയുടെ വിഷയമാകുമ്പോൾ ആ താർക്കസമാധി വിതർക്കം എന്നാൽ ചോദ്യം എന്നാണ് അർത്ഥമാക്കുന്നത് എന്ന് പറയപ്പെടുന്നു. സവിതർക്കം എന്നാൽ ചോദ്യം ചെയ്യൽ എന്നാണ് അർത്ഥമാക്കുന്നത്. സവിതാർക്കെന്നത് ചോദ്യം ചെയ്യലാണ്. സവിതാർക്കെന്നത് ചോദ്യം ചെയ്യലാണ്. സവിതാർക്കെന്നത് ചോദ്യം ചെയ്യലിലൂടെയാണ്. സവിതാർക്കെന്നത് ചോദ്യം ചെയ്യലിലൂടെയാണ്. ശക്തികൾ നേടിയാൽ മാത്രമേ സവിതാർക്കം എന്ന ആശയം ശരിയായി ജ്ഞാനീകരിക്കപ്പെടുകയുള്ളൂ. നിർവികാര സമാധി എന്നാൽ ഭൗതികവും സൂക്ഷ്മവുമായ ഘടകങ്ങളെല്ലാം ഉപേക്ഷിക്കപ്പെടുകയും മനസ്സ് ധ്യാനിയുടെ മനസ്സായി മാറുകയും ചെയ്യുന്നു. മനസ്സ് മനസ്സിനെ തന്നെ സത്വമായി ധ്യാനിക്കുമ്പോൾ അതിനെ സഗന്ധമെന്ന് വിളിക്കുന്നു. മനസ്സ് തന്നെ ധ്യാനത്തിന്റെ വിഷയമാകുമ്പോൾ മനസ്സ് പക്വത പ്രാപിക്കുകയും ഏകാഗ്രമാവുകയും ഭൗതികവും സൂക്ഷ്മവുമായ വസ്തുക്കളുടെ എല്ലാ ചിന്തകളും അവശേഷിക്കുകയും മനസ്സിന്റെ സത്വസവിശേഷതകൾ മാത്രം അവശേഷിക്കുകയും ചെയ്യുമ്പോൾ അതിനെ അസ്മിതാ സമാധി എന്ന് വിളിക്കുന്നു. ഈ സമാധിയവസ്ഥയിലെത്തിയവൻ ഒരന്യനായിത്തീരുന്നു. ഭൗതിക ശരീരത്തെക്കുറിച്ച് അയാൾക്ക് ചിന്തയില്ല. പക്ഷെ അയാൾക്ക് സൂക്ഷ്മ ശരീരമുണ്ട്. മോചനം നേടാത്തവരും ഈ അവസ്ഥയിൽ പ്രകൃതിയിൽ ലയിക്കുന്നവരുമായവരെ പ്രകൃതിയിളകൾ എന്നു വിളിക്കുന്നു. എന്നാൽ പ്രകൃതിയിൽ ലയിക്കുന്നതിൽ നിർത്താതെ കൂടുതൽ മുന്നോട്ടു പോകുന്നവരെ മോചനം നേടുന്നു. എന്നാൽ മോചനം അജ്ഞതയുടെ 50 മടങ്ങ് സമാധിയാണ്. അജ്ഞതയുടെ സമാധി നമുക്ക് മോചനം നൽകുന്നില്ല. ആ സമാധിയിലൂടെ ഒരു മനുഷ്യന് എല്ലാ സിദ്ധികളും നേടാൻ കഴിയും. എന്നിരുന്നാലും മോചനം നേടാതെ അയാൾക്ക് വീഴാൻ കഴിയും. ഒരു മനുഷ്യൻ പ്രകൃതിയിലൂടെ കടന്നു പോകുന്നിടത്തോളം താൻ ഇടറി വീഴില്ലെന്ന് അയാൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഈ സമാധിയിലെത്തുന്നത് എളുപ്പമാണെന്ന് തോന്നാമെങ്കിലും അനുഭവത്തിൽ അത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് നേടാൻ ഒരാൾ മനസ്സിനെ തന്നെ ധ്യാനിക്കണം. അതായത് കണ്ണും മനസ്സും മനസ്സിൽ തന്നെ ഉറപ്പിക്കണം. മനസ്സിൽ നിന്നൊരു ചിന്തയുണ്ടാകണം. ആ ചിന്ത ഉടനടി അടിച്ചമർത്തണം. മനസ്സിൽ ഒരു ചിന്തയും ഉണ്ടാകരുത്. ഭക്തിയോടെ നമുക്കിത് ചെയ്യാൻ കഴിയുമെങ്കിൽ ആ നിമിഷം തന്നെ നമുക്ക് മോചനം ലഭിക്കും. ഇത് നേടാൻ യോഗ്യതയും പരിശീലനവും ഇല്ലാത്തവർ ഇത് നേടാൻ ശ്രമിച്ചാൽ അജ്ഞതയുടെ സ്വഭാവം അവരുടെ മനസ്സിനെ വലയം ചെയ്യും. അവർ മനസ്സിനെ നശിപ്പിക്കുന്ന തരത്തിൽ കത്തിക്കുകയും ചെയ്യും. ഈ സമാധി നേടാൻ കഴിവുള്ളവർ അസുരന്മാരെപ്പോലെ ശക്തരായിരിക്കണം. ഈ സമാധി എല്ലാവർക്കും എളുപ്പത്തിൽ നേടാവുന്നതാണ്. ഈ അജ്ഞതയുടെ സമാധി ഒരു വിത്തും അവശേഷിപ്പിക്കില്ല. ഇവിടെ എന്താണ് വിത്ത്?
മനസ്സിന്റെ ഏകാഗ്രതയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ, മനസ്സിലുയരുന്ന ചിന്തകളുടെ തിരമാലകൾ നിങ്ങളെ കീഴടക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ, മനസ്സിൽ ചിന്തകൾ ഗന്ധങ്ങളുടെ രൂപത്തിൽ മറഞ്ഞിരിക്കുന്നു. ഗന്ധങ്ങളുടെ രൂപത്തിൽ മറഞ്ഞിരിക്കുന്ന ഈ ചിന്തകളെ വിത്തുകൾ എന്നു വിളിക്കുന്നു. ഈ ഗന്ധങ്ങൾ ശരിയായ സമയം വരുമ്പോൾ വീണ്ടും ഉയർന്ന് തിരമാലകളുടെ രൂപത്തിൽ പുറത്തേക്ക് ഒഴുകുകയും പടരുകയും ചെയ്യുന്നു. എന്നാൽ നമ്മൾ ഈ ഗന്ധങ്ങളെ നശിപ്പിച്ച് മനസ്സിനെ കൊല്ലുകയാണെങ്കിൽ, അതായത് നമുക്ക് ഗന്ധങ്ങളും മനസ്സും നഷ്ടപ്പെട്ടാൽ, സമാധി വിത്തില്ലാത്തതായിത്തീരുന്നു. സമാധിയുടെ അഗ്നി ആ വിത്തിനെ ചുട്ടുകളയുന്നു. പിന്നെ വിത്തുകളുടെ അഭാവം കാരണം ഈ ജീവവൃക്ഷം മുളയ്ക്കാൻ സാധ്യതയില്ല. ഈ ജനനമരണ ജീവിതവും സംസാരവും നശിച്ചുപോകുന്നു. മനസ്സില്ലായ്മയുടെ ഒരവസ്ഥ, അറിവിനതീതമായ ഒരവസ്ഥ എങ്ങനെയുണ്ടാകാം? ചിലർ ചോദിച്ചേക്കാം. അറിവിനതീതമായ ഒരവസ്ഥ അറിവില്ലാത്ത അവസ്ഥയാണ്, മറിച്ച് അറിവില്ലാത്ത അവസ്ഥയാണ്. ഇത് ഏറ്റവും ഉയർന്ന അവസ്ഥയായും പൂർണ്ണമായ അവസ്ഥയായുമായിരിക്കുന്നതിന്റെ കാരണം ഇതല്ലേ? ഈ സമാധി നിരന്തരം പാരായണം ചെയ്യുന്നതിന്റെ പ്രയോജനം എന്താണ്? ചിലർ ചോദിച്ചേക്കാം. നന്മതിന്മകൾക്കു കാരണമായ എല്ലാ സുഗന്ധങ്ങളും നശിപ്പിക്കപ്പെടുന്നു എന്നതാണ് ഇതിന്റെ ഗുണം. നന്മതിന്മകൾക്കു കാരണമായ എല്ലാ വിവിധ സുഗന്ധങ്ങളും നശിപ്പിക്കപ്പെടുമ്പോൾ, എല്ലാ കളങ്കങ്ങളും നീക്കം ചെയ്ത സ്വർണം പോലെ ആത്മാവ് സ്വന്തം വെളിച്ചത്തിൽ പ്രകാശിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ തനിക്ക് ജനനമില്ലെന്നു കാണുന്നു. അവൻ ശരീരത്തിന്റെ രൂപത്തിൽ മരിക്കുന്നു. അവൻ വീണ്ടും ജനിക്കുന്നില്ല, കാരണം അവൻ വീണ്ടും ജനിക്കുന്നില്ല. സൂര്യനില്ലെന്ന് അവന് ഉറപ്പായി അറിയാം.